അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമാ ഫഹും ലഹാ മാലികൂൻ. അവർ കാണുന്നില്ലേ? അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ, അവർ കാണുന്നില്ലയോ അവർക്ക് നാം നമ്മുടെ അധികാരത്തിൽ നിന്ന്, നമ്മുടെ കഴിവ് കൊണ്ട് നാം പ്രവർത്തിച്ചതിൽ നിന്ന് അവർ ഭക്ഷിക്കുകയാണ്, അതിൽ നിന്ന് അവർ ഭക്ഷിക്കുകയാണ്. മാത്രമല്ല അന്നാ ഖലഖനാ ലഹും, നാം അവർക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ് മിമ്മാ അമിലത് ഐദീനാ അൻആമാ, നമ്മുടെ കരങ്ങൾ, അതായത് നമ്മുടെ പവർ കൊണ്ട് നാം സൃഷ്ടിച്ചതിൽ നിന്ന് അവർ കാണുന്നില്ലേ? അൻആമൻ എന്ന് പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകങ്ങൾ. ഫഹും ലഹാ മാലികൂൻ, അവർ അതിലേക്കുള്ള ഉടമസ്ഥന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, മനുഷ്യന്മാർക്ക് നാം ഈ ദുനിയാവിൽ എത്ര അനുഗ്രഹങ്ങളാണ് ചെയ്തു കൊടുത്തത്. വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ, മനുഷ്യന് നാം അനുസരിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്, കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. നാൽക്കാല് മൃഗങ്ങളെ, ഒട്ടകങ്ങളെ, ആടുകൾ, മാടുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് നാൽക്കാല് മൃഗങ്ങളെ നാം മനുഷ്യനിക്ക് നാം അധീനപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഫമിൻഹാ റകൂബുഹും, അതിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. വാഹനമായിട്ടവർ മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒട്ടകങ്ങളെയും കുതിരകളെയും അവർ വാഹനമായി ഉപയോഗപ്പെടുത്തുകയാണ്. വമിൻഹാ യഅകുലൂൻ, മാത്രമല്ല അതിൻ്റെ മാംസമാണ് അവർ ഭക്ഷിക്കുന്നത്. ഒട്ടകത്തിന്റെ മാംസം ഭക്ഷിക്കുന്നു. മാത്രമല്ല പശുവിന്റെയും ആടിന്റെയും മാംസം മനുഷ്യൻ ഭക്ഷിക്കുകയാണ്. ഇതൊക്കെ മനുഷ്യൻ അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ്. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. അത് മാത്രമല്ല അതിൽ വേറെയും ചില ഉപകാരങ്ങളുണ്ട്. ആ മൃഗങ്ങളുടെ തോലെടുത്താൽ അവനിക്കതുകൊണ്ട് ഉപകാരപ്പെടുത്താം. അതിൻ്റെ ശരീരത്തിലുള്ള രോമങ്ങളെ കൊണ്ടും ഉപയോഗപ്പെടുത്താം. വമശാരിബു, അതിൻ്റെ പാലുകളെയും മനുഷ്യന് ഉപയോഗപ്പെടുത്താം. ആടിന്റെയും പശുവിന്റെയും പാലുകൾ കറന്നു കുടിക്കാം. സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൃഗങ്ങളുടെ പാൽ മനുഷ്യനിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു പശു അതിൻ്റെ കുഞ്ഞിക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഒരൽപ്പം മാത്രം പാലാണ്. ബാക്കി 5, 2, 3 ലിറ്റർ പാല് കിട്ടിയാൽ നാം എന്താ ചെയ്യുക? അത് മുഴുവനും ആ പശുവിൻ്റെ കുട്ടിക്ക് നാം കൊടുക്കുന്നില്ല. നാം അത് ഉപയോഗപ്പെടുത്തുകയാണ്, നാം കുടിക്കുകയാണ്. നാം കുടിച്ചതിൽ ബാക്കിയുള്ള പാല് അത് കൊടുക്കുന്നുണ്ടോ? അതും നാം കൊടുക്കാറില്ല. നാം അത് അങ്ങാടിയിൽ വിറ്റ് കാശാക്കുകയാണ്. എന്നാൽ അതിന് വേണ്ടി ഇവിടെ ഒരു പശുവും അതിനെതിരായി ധർണ നടത്തുന്നില്ല. എന്റെ കുട്ടിയുടെ പാൽ നിങ്ങൾ എന്തിന് കുടിക്കുന്നു? പശു ചോദിക്കുന്നില്ല. എന്നാൽ പശുവിന് ഇവിടെ അത് ചോദിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പശു സംസാരിക്കാൻ അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ ആ പാല് അല്ലാഹു സൃഷ്ടിച്ചത് മനുഷ്യന് കുടിക്കാൻ വേണ്ടിയാണ്. പക്ഷേ പശുവും സംസാരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്തതിന് പശുവിനെ ഉപയോഗപ്പെടുത്തിയാൽ പശുവും സംസാരിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബൈനമാ റജുലും റാകിബുൻ അലാ ബഖറ. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു മനുഷ്യൻ നടന്നുകൊണ്ടുപോകുന്ന സമയത്ത്, ഒരു പശുവിനെയും ആട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ആ പശുവിന്റെ മേലെ കയറിയിട്ട് അവൻ യാത്ര ചെയ്തു. പശുവാണെങ്കിൽ മൃഗം പോലെ, മറ്റു ഒട്ടകങ്ങളെ പോലെ, കുതിരയെ പോലെ അതിൻ്റെ മേൽ കയറിയിട്ട് യാത്ര നടത്താനുള്ളതല്ല. പശുവാണെങ്കിൽ അതിനെ കറന്ന് പാല് കുടിക്കാനുള്ളതാണ്. മാത്രമല്ല അതുകൊണ്ട് അടത്തിയിട്ട് അതുകൊണ്ട് കൃഷി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ ഈ മനുഷ്യൻ അതിന്റെ മേപ്പോട്ട് വാഹനം പോലെ അവൻ കയറി പോയപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇൽതഫതതു ഇലൈഹി, പശു അവന്റെ അടുത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. പശു ഇവൻ കയറാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ആ പശു ആ കാളാതെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഫഖാലത്ത്, എന്നിട്ട് ആ പശു അവനോട് പറയുകയാണ്, സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്? ലം ഉഖ്ലക ലിഹാദാ, എടോ എന്റെ മേപ്പോട്ടൊന്ന് ഇറങ്ങ്, എന്റെ മേപ്പോട്ടൊന്ന് ഇറങ്ങ്. എന്നെ സൃഷ്ടിച്ചത് നിനക്കിങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയല്ല. അത് പറയാണ്, ഖുലിഖ്തു ലിൽ ഹറാസ,
എന്നെ സൃഷ്ടിച്ചത് കൃഷി ചെയ്യാൻ വേണ്ടിയാണ്, അതുകൊണ്ട് എന്റെ മേലെ കയറിയിട്ട് യാത്ര ചെയ്യാൻ പറ്റൂല എന്ന് പശു എവിടെന്ന് പറഞ്ഞു. ഈ സംഭവം സഹാബത്തിനോട് പറഞ്ഞതിന്റെ ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആമന്തു ബിഹി അന വ അബൂബക്കറും വ ഉമറു. ഈ കാര്യം പശു സംസാരിച്ചു എന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഒന്നാമത്തെ ഖലീഫയാകാൻ പോകുന്ന അബൂബക്കർ സിദ്ദീഖും വിശ്വസിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബും വിശ്വസിക്കുന്നു. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനം കാണാതെ ദീർഘിച്ച ഹദീസാണ്. ഹദീസിന്റെ അവസാനം കാണുന്നു, എന്നാൽ അവിടെ അബൂബക്കർ സിദ്ദീഖ് അവിടെ ഇല്ലായിരുന്നു ആ സദസ്സിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് ആ സദസ്സിൽ ഇല്ലായിരുന്നു. പക്ഷേ അള്ളാന്റെ റസൂൽ അവർ രണ്ടാളെയും പേരെടുത്ത് പ്രത്യേകം പറഞ്ഞു, ഇവർ രണ്ടാളും ഞാൻ ഈ വിശ്വസിച്ച കാര്യത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ്. എങ്ങനെ അള്ളാന്റെ റസൂൽ പറഞ്ഞു? എന്തിനു വേണ്ടി പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും ഈമാൻ സഹാബത്തിന്റെ ഈമാനിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ഈമാനാണ്. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് പശുവും അതിന് ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അത് ചോദിക്കാനെന്ന് എനിക്കറിയാമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മോടൊരൊറ്റ പശുവും ചോദിക്കാറില്ല, നമ്മോടൊരൊറ്റ കാളയും ചോദിക്കാറില്ല, എന്റെ പാലെന്തിനു വേണ്ടി നീ ഇത് ഉപയോഗപ്പെടുത്തുന്നു ചോദിക്കാറില്ല. പശുവിന്റെ പാല് കുടിക്കാനുള്ളതാണ്, പശുവിന്റെ ഭക്ഷണം, പശുവിന്റെ മാംസം തിന്നാനുള്ളതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, അതിൽ അവർക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഈ പശുവിന്റെ മാംസത്തിലും ഒരുപാട് ഉപകാരങ്ങളും ഒരുപാട് പ്രയോജനങ്ങളും ഈ നാൽക്കാല മൃഗങ്ങളിലുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഭക്ഷിക്കാൻ കൊടുത്തതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതൊക്കെ പാല് കുടിക്കാൻ, പാലിന്റെ കാര്യം നിങ്ങൾക്കറിയില്ല. ഖുർആൻ പറയുന്നു, സായിഗൻ ലിശാരിബീൻ, കുടിക്കുമ്പോൾ തൊണ്ടയിലേക്കതാ കെട്ടിപ്പോകാത്ത, അള്ളാഹു പറയാണ്, ആ പശുവിന്റെ ശരീരത്തിൽ നിന്ന് അതാ അള്ളാഹു തആല പാല് പുറത്തേക്ക് എടുക്കുന്നു. ഏതാണ് ആ പാല്? മിംബൈനി ദമിൻ ഫർസ്. മാത്രമല്ല അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് ആ പാല് വരുന്നത് അതും ഖുർആൻ വ്യക്തമായി പറയാണ്. അതിന്റെ ചാണകത്തിന്റെയും അതുപോലെ അതിന്റെ രക്തത്തിന്റെയും ഇടയിൽ നിന്നാണ് പാല് വരുന്നത്. ആ പാൽ അല്ലാഹു പറയുന്നു, അത് കുടിക്കാൻ മനുഷ്യന്റെ തൊണ്ടയിലേക്ക് ഒരിക്കലും കെട്ടിപ്പോകുന്നതല്ല, അവനിക്കത് പ്രയാസമുണ്ടാക്കുന്നതല്ല, വളരെ ഈസിയായിട്ട് ഇറങ്ങിപ്പോവാണ്. ലോകത്തുള്ള എല്ലാ മരുന്നുകളിലും എല്ലാ സത്വങ്ങളിലും ഏറ്റവും നല്ല സത്വങ്ങളുള്ളതാണ്, ഏറ്റവും നല്ല വിറ്റാമിൻ ഉള്ളതാണ് ഈ പാല്. പാലിന് കഴിച്ചു വെക്കുന്ന മറ്റൊരു മരുന്ന് ലോകത്തില്ല, മറ്റൊരു കുടിവെള്ളം ലോകത്തില്ല, അത്രക്കും നല്ലതാണ്. അപ്പോ സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, ഇത്തരം നല്ല പാലുകളും ആഹാരങ്ങളും മനുഷ്യനിക്ക് നാം വാഹനമായിട്ട് ഉപയോഗിക്കാനും ഒക്കെ നാൽക്കാല മൃഗങ്ങളെ നാം അതാ മനുഷ്യന് വേണ്ടുന്നതുപോലെ നാം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫലാ യശ്കുറൂൻ, എന്നിട്ടും മനുഷ്യനിക്ക് കൃതജ്ഞതയില്ല, അവൻ അല്ലാഹുവിനെ നിസ്കരിക്കുന്നില്ല, അല്ലാഹു പറഞ്ഞത് അവന്റെ ജീവിതത്തിൽ അവൻ ഉൾക്കൊള്ളുന്നില്ല.